Hello guys, welcome to my YouTube channel. ഞാൻ ദുൽഖർ സൽമാൻ അഭിനയിച്ച കാന്ത എന്ന് പറഞ്ഞ പടം കണ്ടു. ആൻഡ് ദിസ് മൂവി ഇസ് ഡയറക്ടഡ് ബൈ സെൽവമണി സെൽവരാജ്. പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. പുള്ളി തന്നെയാണ് പടം എഴുതിയത്. ആൻഡ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് ദുൽഖറും റാണയും കൂടിയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്സ് ബിജോയ്. വേറെ ലെവല്, ഭയങ്കര എലിവേഷൻ. പടം പിടിച്ചിരുത്തുന്നത് തന്നെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ആൻഡ് മ്യൂസിക് ഡയറക്ടർ ജാനു എന്ന് പറഞ്ഞതാണ്. പാട്ടുകളൊക്കെ തിരക്കേടില്ല, കേട്ടിരിക്കാം. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ദുൽഖർ സൽമാന്റെ പെർഫോമൻസ് വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, കിഡിലും പെർഫോമൻസ്. ട്രെയിലർ കണ്ട പോലെ തന്നെ ട്രെയിലർ ജസ്റ്റ് ഒരു ട്രെയിലർ പോലെയാണ്. സിനിമയിൽ പുള്ളിൻ്റെ വേറെ ലെവൽ മെത്തേഡ് ആക്ടിങ്ങും കിഡിലും. ക്ലൈമാക്സിൽ സത്യം പറയല്ലോ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ എൻഡിങ്. ആൻഡ് ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് കുറച്ച് കരഞ്ഞു. ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയ പേഴ്സൺ ആണ്. ദിസ് മൂവി മസ്റ്റ് വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. OTT-ലൊന്നും വരുമ്പോൾ കാണണ്ട, നിങ്ങൾക്ക് ബോറടിക്കും. തിയേറ്ററിലാകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കാണാം. ആൻഡ് മറ്റൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇതിലെ നായിക ഭാഗ്യലക്ഷ്മി. കിഡിലൻ, അടിപൊളി. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നടിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അടിപൊളി പെർഫോമൻസ്, ഭയങ്കര നല്ല രസവും. പണ്ട് ഇരിക്കുക അങ്ങനെ തിയേറ്ററിൽ. ഇവർ തമ്മിലെ കോമ്പിനേഷനും വേറെ ലെവൽ. ആൻഡ് സമൃദ്ധകനി എടുത്തു പറയേണ്ട ആവശ്യമില്ല. പ്രൂവ്ഡ് ഡയറക്ടർ ഓൾസോ. ആൻഡ് പുള്ളി ഇതിൽ ദുൽഖറിനെ പോലെ തന്നെ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയത് ദുൽഖറിൻ്റെ ലെവലാണ്. ഫാറ്റിങ് വേറെ ലെവൽ. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ റാണ എത്തും. പിന്നെ പടം പടപ്പട ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവും. റാണ വരുന്നു. റാണേൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ്. പടം നല്ലൊരു കിഡിലൻ പീരിയോഡിക് മൂവിയാണ്. ആൻഡ് ഇത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നല്ല, റൊമാൻറ്റിക് ആണോ ഡ്രാമയാണോ? ആക്ച്വലി ലെറ്റ്സ് എ പീരിയോഡിക് ഡ്രാമ ത്രില്ലർ മൂവി. ലുക്ക് ഗൈസ്, ട്രെയിലർ കണ്ടിട്ട് പോവുക. നിങ്ങൾ മാസ് ആക്ഷൻ മൂവീസ് പ്രതീക്ഷിച്ച് പോകരുത്. ദിസ് ഈസ് എ ഡ്രാമ. സോ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോവുക. അതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പടം കാണാത്തവരാണെങ്കിൽ പടം തിയേറ്ററിൽ പോയി കാണുക. കിഡിലൻ പടമാണ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.